നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീമിന്റെ 2026 കീം സ്കോർ മീൻസ് നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ +2 മാർക്കും കൂടി ആഡ് ചെയ്ത് ക്ലബ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ കീം സ്കോർ വെച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് അടുത്ത പടി എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് മുൻപായിട്ട് പാസ് മാർക്ക് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പാസ് മാർക്ക് ഇത്രയേ ഉള്ളൂ മോനെ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ നോർമലൈസ്ഡ് സ്കോറിൽ 300-ൽ വെറും 10 കൂടുതലോ 10 കുറഞ്ഞാൽ പറ്റത്തില്ല. 9 പോയിന്റ് കിട്ടിയാൽ ഒരിക്കലും പറ്റത്തില്ല. 10 അപ്പുറത്തോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഓക്കെ ആയിട്ടുണ്ട്. കാരണം അത് ഒത്തിരി കുട്ടികളുടെ നമുക്ക് പല എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പൊ നേരത്തെ പോയി അഡ്മിഷൻ എടുത്തവർക്ക് പലർക്കും ഈ 10 കൂടുതലോ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഫീസ് വളരെ കുറയും. ഈ 10 താഴെ കിട്ടിയവർ ഇപ്പൊ 9 പോയിന്റ് 7 പോയിന്റ് 8 പോയിന്റ് ഒക്കെ വന്നവർക്ക് നമുക്ക് ആ കീം ക്വാളിഫൈ ചെയ്തുള്ള രീതിയിൽ കൂടെ അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് ഒറ്റ വഴി നമ്മുടെ NRI സീറ്റ് മീൻസ് നമ്മുടെ വെളിയിൽ വന്നുള്ള രീതിയിൽ കൂടെയുള്ള സീറ്റേ കിട്ടുള്ളൂ. അതിന് ഏകദേശം 1.5 ലക്ഷം രൂപയൊക്കെ ഏകദേശം കുറഞ്ഞത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കീം ക്വാളിഫൈ ചെയ്താൽ ഈ 1.5 ലക്ഷം എന്നുള്ളത് 90-ഓ 80-ഓ ആകാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഈ കീം സ്കോറിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള ചിന്തകൾ വന്നതാണ്. മീൻസ് നിങ്ങൾക്ക് കോളേജിൽ കയറുന്നതിനെ കുറിച്ച് അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം ഏത് ബ്രാഞ്ച് ആണെന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാവരും CS ആണ് എടുക്കുന്നത്. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ CS കോർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് മറ്റുള്ള അതിന്റെ കൂടെ ഉള്ളത് ഇപ്പൊ CS ആൻഡ് AI അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇത്തിരി നല്ലതായിരിക്കും. ഇപ്പൊ നേരിട്ട് എല്ലാവരും ചിലപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമായിട്ടാണെങ്കിലും അത്ര നല്ലതല്ല. മീൻസ് CS ചേരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഉദ്ദേശിച്ച വീഡിയോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നേരത്തെ ഇപ്പൊ പല കോളേജുകളിലും അഡ്മിഷൻ എടുക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ മാർക്ക് ഒരു 50 മാർക്ക് 40-50 അല്ലെങ്കിൽ 50 മാർക്കിന് കൂടുതലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് നോക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു കോളേജിനെ നോക്കി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കോളേജ് എന്ന് പറയുന്നത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് അല്ല. ഇന്ന കോളേജിൽ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി പ്രയോജനമുണ്ട്. അവിടെ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുണ്ട്. ഇപ്പം പല മാർക്ക് ഇപ്പൊ കീം സ്കോർ ഇപ്പോൾ 50 ആണെങ്കിൽ അവരുടെ +2 മാർക്ക് കൂടെ ഒരുവിധം ഉണ്ടെങ്കിൽ ഒരു 300 മേളിലോട്ടൊക്കെ വരാൻ സാധ്യത വരാം. 300 അല്ല 60 മാർക്ക് ഉണ്ടെങ്കിൽ 300 മേളിലോട്ടൊക്കെ പതുക്കെ വരാൻ സാധ്യതയാവും. ആ 300 മേളിലോട്ട് വരുന്ന ഒരാൾക്ക് ഒരുവിധം നല്ല കോളേജ് കിട്ടാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് നിങ്ങൾ എടാവിടിയുന്ന പല കോളേജിനും പോയി ആദ്യമേ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിനെ ഒന്ന് സെലക്ട് ചെയ്യാനുള്ള സമയമാണിത്. ഇതുപോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ഉള്ള കോളേജസുകളെ നിങ്ങളുടെ അടുത്തുള്ളതോ ഇല്ലെങ്കിൽ ഇത് ദൂരെ ഉള്ളതാണെങ്കിലും ആദ്യം സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതാണ്, ഇപ്പൊ മെക്കാനിക്കൽ ആണോ, CS ആണോ, അത് ഇലക്ട്രോണിക്സ് ആണോ, അത് ട്രിപ്പിൾ ആണോ, ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള കോഴ്സ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇഷ്ടമുള്ള കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ CS-ഉം ഇലക്ട്രോണിക്സും ഒക്കെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഏതാണോ അടുത്തുള്ള കോളേജ് നിങ്ങൾ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം. ആദ്യം ചെയ്യേണ്ട പണി ഏതാണ്? ലിസ്റ്റ്. നിങ്ങൾ ഏതൊക്കെ കോളേജിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കണം. നിങ്ങൾ പഠിക്കേണ്ട കോഴ്സ് ഉള്ള കോളേജുകളെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ ഇങ്ങനെ 1 2 3 4 എന്നുള്ള രീതിയിൽ കൂടെ അറേഞ്ച് ചെയ്യണം. മീൻസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സ് വരാൻ പോവാം. ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോൾ നിങ്ങൾ കുറേ പണികൾ ചെയ്തിട്ട് ആകെ അലങ്കോലപ്പെടുത്തി ആകെ പ്രശ്നമാവും. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സമയം കോളേജസുകളെ സെലക്ട് ചെയ്യാനും ഏതൊക്കെ കോളേജുകളിലാണ് കൂടുതൽ റാങ്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാ വർഷം കോളേജിന്റെ റാങ്കുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സൈറ്റ് നോക്കിയാൽ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് കോളേജുകളെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ അടുത്തുനിന്ന് നിങ്ങൾ 1 2 3 4 എത്ര അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഏതോ ഇഷ്ടംപോലെ കോളേജുകളെ സെലക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കിട്ടിയാൽ നല്ല കോളേജിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാരും അറിയാതെ നമ്മൾ അടുത്തുള്ള ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു രീതി മാറ്റി ഇത്തിലൂടെയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോളേജും ഒക്കെ നല്ലൊരു കോഴ്സും ഒക്കെ കിട്ടി പഠിച്ചിറങ്ങുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ വളരെ നല്ല പ്രയോജനം കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രയോജനം ഇല്ലെന്നല്ല, പക്ഷെ കിട്ടേണ്ട അത്രയും ശരിയായിട്ട് മുഴുവൻ കിട്ടി ഇല്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കോളേജുകളുടെ സെലക്ഷൻ ആണ്.
പിന്നെ കോഴ്സുകൾ, അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ടേസ്റ്റ് ഉള്ള കോഴ്സ് ഇന്നത് എനിക്ക് പഠിച്ചത് കൊണ്ട് മെക്കാനിക്കൽ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ചിലർക്ക് ഇലക്ട്രോണിക്സിനോടായിരിക്കും, ചിലർക്ക് സിവിലായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ്. ഇപ്പം മറ്റുള്ള കോഴ്സുകൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് മെക്കാനിക്കലൊക്കെ ആണെങ്കിൽ നല്ല പേര് കേട്ട കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒത്തിരി കുട്ടികൾ പോകുന്നില്ല. അപ്പൊ ഒത്തിരി കുട്ടികൾ പോകാതെ എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഇറങ്ങി കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധ്യത ഇല്ല എന്നല്ല, കുറവാണ്. അപ്പൊ ഇഷ്ടമുള്ളവര് ഇപ്പൊ ഇന്ന മെക്കാനിക്കൽ നല്ല ഇഷ്ടമാണ്, പോകണം നിങ്ങൾ. അതിന് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്താൽ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. കാരണം എല്ലാ കോളേജുകളിലും ഫില്ലാവുന്ന ഏറ്റവും ഫസ്റ്റ് ബ്രാഞ്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ CS ആണ്. CS-ന്റെ കൂടെ കുറെ മറ്റുള്ള CS-ഉമായിട്ട് ബന്ധപ്പെട്ട കുറെ കോഴ്സുകൾ നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. ഈ രണ്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്കെല്ലാം പിന്നെ ട്രിപ്പിളിക്കും കുറെ കൂടെ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സെലക്ഷൻ ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം ഇതിന് സമയം എടുക്കണം. ഇത് വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അവർക്ക് നോക്കാനൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വീട്ടുകാരെ അവതരിപ്പിച്ചിട്ട് അവരുമായിട്ടൊന്ന് ഡിസ്കഷൻ നടത്തി ഏത് കോളേജ് വേണമെന്നൊക്കെ. കാരണം കൂടുതൽ കാര്യങ്ങൾ കോളേജിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പൊ അവരോട് പറഞ്ഞ് പിന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കുറച്ചേറെ സമയം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ചേർന്നിട്ട് പിന്നെ അവിടെ ആകെ കുളമായിട്ട് നമ്മൾ വലിയൊരു കോഴ്സാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് നല്ലതായിട്ട് പ്രയോജനം ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സമയം മെനക്കെടണം. ഈ കീം സ്കോർ വന്നു, ഞാൻ പറഞ്ഞ മാർക്ക് ഒരു 50-ന് മേളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു കോളേജ് കിട്ടാൻ. കാരണം +2-നൊക്കെ ഒരുവിധം 50 കിട്ടുന്ന ഒരാൾക്ക് എന്റെ നോട്ടത്തിൽ +2-നും മോശമല്ലാത്ത മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് രണ്ടുകൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്കൊരു 300+ വരാൻ സാധ്യതയുണ്ട്. 300+ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല കോളേജിലുള്ള സാധ്യത കയറും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്തുള്ള കോളേജിൽ ജോയിൻ ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നെ പഠിച്ചാൽ മതി. എന്തായാലും പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് സമയം എടുത്ത് നിങ്ങൾ അതിന്റെ സെലക്ഷൻ നടത്തണം. ഒട്ടും നിങ്ങൾ സമയം കളയാതെ അതൊന്ന് ചെയ്തിട്ടേക്കണം. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ വരും. എല്ലാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.